ഹലോ ഗൈസ്, അപ്പോൾ ദാ എൻ്റെ ദിവസം രാവിലത്തെ ഇവിടുത്തെ ഒരു ദിനചര്യകൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് ലേറ്റായിട്ടോ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അലാറൊക്കെ വെച്ച് സെറ്റാക്കി കിടന്നതാണ്. പക്ഷെങ്കിൽ അലാറം അടിഞ്ഞിട്ടുണ്ടാവും, ഫോൺ സൈലൻറ്റ് മോഡിലായതുകൊണ്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കുറച്ച് ലേറ്റായി നേരെ ഇന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ദോശയാണ്, അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പരിപ്പ് നോക്കുന്നേരം മഞ്ഞപ്പരിപ്പ്, സാമ്പാർ പരിപ്പ് ഉണ്ടായില്ല. അപ്പം ഞാൻ ഓറഞ്ച് പരിപ്പ് എടുത്ത് വെച്ചു. പരിപ്പ് ഉള്ളിയും കൂടി വെള്ളം പാർന്ന് വേവിക്കാൻ വേണ്ടി വെക്കാണ്. ഈ സാമ്പാറിൽ ആരെങ്കിലും ഈ ഓറഞ്ച് പരിപ്പ് ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചു. അതൊന്ന് പരിപ്പൊന്ന് വേവുന്ന നേരം കൊണ്ട് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക കേട്ടോ. പച്ചക്കറികളും അതിൻ്റെ അകത്ത് ഒക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി വെച്ച് അത് കഴിഞ്ഞ് കഴുകി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടോ. അതിനുശേഷം കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ടു. എന്താ വെച്ചാൽ പുളിവെള്ളം പാരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിന് പുളിവെള്ളമല്ലേ, ആ വെള്ളം കൂടി അതിലേക്ക് നന്നായിട്ട് ഞെമണ്ടി എന്നാണ് ഞങ്ങൾ പറയൽ. പിഴിഞ്ഞെടുത്ത് വെള്ളം കൂടി പാർന്നു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ട പൊടികളും കൂടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ സാമ്പാർ പൊടി ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ്, ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. കാരണം ഇവിടത്തേതും നമ്മുടേതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വരുന്നേരം കൊണ്ടുവന്നതാണ്. ഒരുവിധം പൊടികളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ കേട്ടോ. അപ്പോൾ ഈ പൊടികളും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അടച്ച് വരാൻ വേണ്ടി വെച്ചിട്ടോ. അത് കഴിഞ്ഞ് അന്നപ്പോഴേക്കും ഞാൻ തേങ്ങ വറുത്ത് വെച്ചു. ഞാൻ തേങ്ങ തലേന്ന് തന്നെ ഇന്നലെ രാത്രി വറുത്ത് വെച്ചതാട്ടോ. എന്നുവെച്ചാൽ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കുറച്ച് കുരുമുളക്, ജീരകം, ഉലുവ, കായം ഇതൊക്കെ ഇട്ട് വറുത്ത് വെച്ചതാണ്. അപ്പോൾ അത് ഒന്ന് അരച്ചെടുത്ത് വന്നപ്പോഴേക്കും മാവ് ഞാൻ നോക്കിയിട്ടില്ല, അതിന് മാവ് എന്തായിരിക്കുന്നുള്ള അതൊന്ന് നോക്കി ഇളക്കി സെറ്റാക്കി വെച്ചു. പിന്നെ അരച്ച് വെച്ച തേങ്ങാൻ്റെ അരപ്പോട് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കറിയിലേക്ക് പറഞ്ഞ് തിളപ്പിച്ചെടുത്തു. പിന്നെ കറിയിലേക്ക് ഒന്ന് വറവിന് വേണ്ടിയിട്ട് കുറച്ച് കടുകും പിന്നെ വറ്റൽമുളക് കൂടി മുറിച്ച് പൊട്ടിച്ചിട്ട് അതും കൂടി കറിയിലേക്കൊന്ന് പാർന്നു കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ട്, കണ്ണേട്ടന് പോകാനായി നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുമുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം ദോശക്കല്ല് വെച്ചു, ദോശയും കൂടി ചുട്ടു. അപ്പോൾ കണ്ണേട്ടനുള്ള ദോശയും കൂടി ആയി കഴിഞ്ഞ് വേഗം കണ്ണേട്ടന് കൊടുക്കുകയും ചെയ്തു. പിന്നെ രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ചായേൻ്റെ പരിപാടിയില്ല, ചായ കുടിക്കില്ല. കണ്ണേട്ടനും ചായ വലിയ താല്പര്യമില്ല, പിന്നെ എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കാറില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ വെള്ളമാണ് കേട്ടോ കുടിക്കൽ. അപ്പോൾ ദോശയും സാമ്പാറും വെള്ളവും അങ്ങനെയായിരുന്നു. പിന്നെ കണ്ണേട്ടൻ പോയി കഴിഞ്ഞാൽ ഞാൻ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞാപ്പൻ നല്ല ഉറക്കലാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും കൂടി ഭക്ഷണം കഴിക്കട്ടെ വിചാരിച്ചു. ഞാനും കഴിച്ചു കഴിഞ്ഞാലാണ് കേട്ടോ അവൾ